പ്ലസ് ടു ഫിസിക്സിലെ മാഗ്നറ്റിസം ആൻഡ് മാറ്റർ എന്ന ചാപ്റ്ററിൽ നിന്ന് എക്സാമിന് ചോദിക്കാൻ സാധ്യതയുള്ള ക്വസ്റ്റ്യൻസ് ആണ് നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്യുന്നത്. ഫസ്റ്റ് ക്വസ്റ്റ്യൻ, വാട്ട് ഹാപ്പൻസ് ഇഫ് ആൻ അയൺ ബാർ മാഗ്നറ്റ് ഈസ് ഹീറ്റഡ് ടു എ വെരി ഹൈ ടെമ്പറേച്ചർ? ഒരു ബാർ മാഗ്നറ്റ് വെരി ഹൈ ടെമ്പറേച്ചറിലേക്ക് ഹീറ്റ് ചെയ്താൽ എന്ത് സംഭവിക്കും എന്നാണ് ചോദിച്ചിരിക്കുന്നത്. When an iron bar magnet is heated to a very high temperature, it loses its magnetic property. Temperature, high temperature heat ചെയ്താൽ അതിൻ്റെ magnetic property നഷ്ടപ്പെടും. In this state, the iron bar magnet is not ferromagnetic. അങ്ങനെ അതിൻ്റെ ferromagnetic property നഷ്ടപ്പെടുകയും അത് പിന്നെ അതിന് മറ്റ് വസ്തുക്കളെ ആകർഷിക്കാനുള്ള കഴിവ് ഇല്ലാതായി മാറുകയും ചെയ്യും. What is the difference between geometrical length and magnetic length of a magnet? ഒരു മാഗ്നറ്റിൻ്റെ geometrical length എന്താണ്, magnetic length എന്താണ്, ഇത് തമ്മിലുള്ള വ്യത്യാസം അതാണ് ക്വസ്റ്റ്യനിൽ ചോദിച്ചിരിക്കുന്നത്. The actual measurable length of a magnet is called geometrical length. നമുക്ക് നേരിട്ട് അളക്കാൻ സാധിക്കുന്നത് geometrical length ആണ്, അതായത് ആ ബാർ മാഗ്നറ്റിൻ്റെ യഥാർത്ഥ നീളം, അതാണ് geometrical length എന്ന് അറിയപ്പെടുന്നത്. But the distance between the poles of a magnet is called its magnetic length. അവയുടെ പോൾസിൻ്റെ ഇടയ്ക്കുള്ള ഡിസ്റ്റൻസ് ആണ് മാഗ്നറ്റിക് ലെങ്ത് എന്ന് പറയുന്നത്. അത് നമുക്ക് മെഷർ ചെയ്യാൻ സാധിക്കത്തില്ല, ഡയറക്റ്റ് ആയിട്ട് മെഷർ ചെയ്യാൻ സാധിക്കത്തില്ല. പോൾസ് എന്ന് പറയുന്നത് എൻസിൽ നിന്ന് അല്പം ഉള്ളിലേക്ക് മാറിയാണ് സ്ഥിതി ചെയ്യുന്നതെന്ന് നമ്മൾ പറഞ്ഞു. അപ്പോൾ നോർത്ത് പോളിൻ്റെയും സൗത്ത് പോളിൻ്റെയും ഇടയ്ക്കുള്ള ആ ഡിസ്റ്റൻസിനാണ് നമ്മൾ മാഗ്നറ്റിക് ലെങ്ത് എന്ന് പറയുന്നത്. Material used in coating magnetic tapes in cassette player or for building memory stores in modern computer. ഇതിന് കമ്പ്യൂട്ടറിൻ്റെ മെമ്മറി സ്റ്റോറേജിലും അതുപോലെ കാസറ്റ് പ്ലെയറിലും ടേപ്പിലും ഒക്കെ യൂസ് ചെയ്യുന്ന മാഗ്നറ്റിക് മെറ്റീരിയൽ ഏതാണെന്നാണ് ചോദിച്ചിരിക്കുന്നത്. ആൻസർ ഫെറൈറ്റ്. ഫെറൈറ്റ് എന്നത് ഒരു സെറാമിക് ലൈക്ക് മെറ്റീരിയലാണ്. ഇതിന് ഹൈ മാഗ്നറ്റിക് പെർമിയബിലിറ്റി ആണുള്ളത്. ഇലക്ട്രിക്കൽ റെസിസ്റ്റൻസ് കൂടുതലാണ്. അപ്പോൾ ഇലക്ട്രിസിറ്റിയെ കടത്തിവിടാനുള്ള കഴിവ് കുറവാണെന്ന് പറഞ്ഞാൽ ഇലക്ട്രിസിറ്റിയെ റെസിസ്റ്റ് ചെയ്യാനാണ് കഴിവ് കൂടുതൽ. എന്നാൽ മാഗ്നറ്റിക് പെർമിയബിലിറ്റി വളരെ കൂടുതലാണ്. മാഗ്നറ്റിക് ഫീൽഡിനെ കടത്തിവിടാനായിട്ടുള്ള കഴിവ് വളരെ കൂടുതലാണ്. ഫെറൈറ്റ് കോർ ഈസ് ആൻ ഓൾമോസ്റ്റ് ഐഡിയൽ സ്റ്റോറേജ് ഡിവൈസ്. ഐഡിയൽ സ്റ്റോറേജ് ഡിവൈസ് ആയിട്ട് നമ്മൾ ഈ ഫെറൈറ്റിനെ നമ്മൾ ഉപയോഗിക്കുന്നുണ്ട്. കാരണം എന്താണ്? ഇറ്റ് കൺസ്യൂംസ് നോ പവർ വൈ സ്റ്റോറിങ് ഡേറ്റ. അത് ഡേറ്റ സ്റ്റോർ ചെയ്യാനായിട്ട് പവർ ഒന്നും യൂസ് ചെയ്യുന്നില്ല എന്നാണ് അതിൻ്റെ പ്രത്യേകത. അപ്പം ഫെറൈറ്റ് ആണ്, ഇതൊരു സെറാമിക് ലൈക്ക് മെറ്റീരിയലാണ്. നമ്മൾ കാസറ്റ് പ്ലെയറിലും അതുപോലെ മെമ്മറി സ്റ്റോറേജ് ഡിവൈസുകളിലുമൊക്കെ യൂസ് ചെയ്യുന്ന മാഗ്നറ്റിക് മെറ്റീരിയൽ എന്ന് പറയുന്നത് ഫെറൈറ്റ് ആണ്. The degree to which magnetic lines of force can enter a substance is called. ഒരു മാഗ്നറ്റിക് ലൈൻസ് ഓഫ് ഫോഴ്സിന് ഒരു സബ്സ്റ്റൻസിൽ കടന്നു ചെല്ലാനുള്ള കഴിവിന് നമ്മൾ പറയുന്ന പേരെന്താണെന്നാണ് ചോദിച്ചിരിക്കുന്നത്. മാഗ്നറ്റിക് പെർമിയബിലിറ്റി. പെർമിയബിലിറ്റി ഈസ് ദ ക്വാളിറ്റി ഓഫ് എ സബ്സ്റ്റൻസ്. ദ വേർഡ് പെർമിയേറ്റ് മീൻസ്, പെർമിയേറ്റ് എന്ന വാക്കിൻ്റെ അർത്ഥം പെനട്രേറ്റ് ചെയ്യുക, തുളച്ചു കയറുക, പാസ് ത്രൂ, കടന്നു പോവുക എന്നൊക്കെയാണ്. അപ്പം പെർമിയബിലിറ്റി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതൊരു മെറ്റീരിയലിൻ്റെ ഒരു ക്വാളിറ്റിയാണ്. അത് മാഗ്നറ്റിക് പെർമിയബിലിറ്റി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മാഗ്നറ്റിക് ഫീൽഡിനെ കടത്തിവിടാനുള്ള കഴിവ്. അപ്പോൾ പാസ് ത്രൂ അല്ലെങ്കിൽ പെനട്രേറ്റ് ത്രൂ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മാഗ്നറ്റിക് ഫീൽഡിനെ കടത്തിവിടുക. മാഗ്നറ്റിക് ഫീൽഡിന് ആ മെറ്റീരിയലിലൂടെ കടന്നു പോകാനായിട്ട് അല്ലെങ്കിൽ അതിനെ കടത്തിവിടാനുള്ള കഴിവാണ് ആ മെറ്റീരിയലിൻ്റെ മാഗ്നറ്റിക് പെർമിയബിലിറ്റി എന്ന് പറയുന്നത്. മാഗ്നറ്റിക് പെർമിയബിലിറ്റി ഈസ് എ പ്രോപ്പർട്ടി ദാറ്റ് അലോസ് മാഗ്നറ്റിക് ലൈൻസ് ഓഫ് ഫോഴ്സ് പാസ് ത്രൂ ദാറ്റ് മെറ്റീരിയൽ. ഒരു മെറ്റീരിയലിലൂടെ മാഗ്നറ്റിക് ലൈൻസ് ഓഫ് ഫോഴ്സിനെ കടത്തിവിടാനുള്ള ആ കഴിവിന് നമ്മൾ പറയുന്ന പേരാണ് magnetic permeability. So the answer is magnetic permeability. Degree to which magnetic lines of force can enter a substance is called its magnetic permeability. What may be the magnetism at the center of the earth? ഭൂമിയുടെ സെന്ററിൽ മാഗ്നറ്റിസം എന്തായിരിക്കും എന്നാണ് ചോദിച്ചിരിക്കുന്നത്. ഹിയർ the magnetic equator crosses geographical equator. ഭൂമിയുടെ സെന്ററിൽ മാഗ്നറ്റിക് ഇക്വേറ്ററും ജിയോഗ്രഫിക് ഇക്വേറ്ററും ക്രോസ് ചെയ്യുന്നു. സോ ആംഗിൾ ഓഫ് ഡിപ്പ് വിൽ ബി 0. അപ്പോൾ ഭൂമിയുടെ സെന്ററിൽ ആംഗിൾ ഓഫ് ഡിപ്പ് 0 ആയിരിക്കും. What is retentivity?
It is the capacity of retain a magnetic field in the material even the magnetizing field is zero. നമ്മൾ മെറ്റീരിയലിനെ മാഗ്നറ്റൈസ് ചെയ്തതിന് ശേഷം അതിനെ ഡീമാഗ്നറ്റൈസ് ചെയ്യുന്നു എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിൻ്റെ ആ മാഗ്നറ്റിക് ഫീൽഡ് ഇല്ലാതാകും, ആ മാഗ്നറ്റൈസിങ് ഫീൽഡ് ഇല്ലാതാകുന്നു. അപ്പോൾ അതിനുള്ളിൽ എന്തുമാത്രം മാഗ്നറ്റിക് ഫീൽഡ് അവശേഷിക്കും, അല്ലെങ്കിൽ ആ മെറ്റീരിയലിന് മാഗ്നറ്റിക് ഫീൽഡിനെ റീറ്റെയിൻ ചെയ്യാൻ, സംഭരിച്ചു വെക്കാനുള്ള കഴിവിന് നമ്മൾ പറയുന്ന പേരാണ് റീറ്റെൻറ്റിവിറ്റി. മാഗ്നറ്റിക് ഫീൽഡിനെ നിലനിർത്താനായിട്ടുള്ള കഴിവ്. മാഗ്നറ്റൈസിങ് ഫീൽഡ് സീറോ ആയി മാറുമ്പോഴും അതിൻ്റെ ഉള്ളിൽ മാഗ്നറ്റിക് ഫീൽഡിനെ നിലനിർത്താനുള്ള കഴിവ്, ആ കഴിവിന് നമ്മൾ പറയുന്ന പേരാണ് റീറ്റെൻറ്റിവിറ്റി എന്ന് പറയുന്നത്. ദ വാല്യൂ ഓഫ് മാഗ്നറ്റിക് ഫീൽഡ് ബി അറ്റ് മാഗ്നറ്റൈസിങ് ഫീൽഡ് എച്ച് ഇസ് ഈക്വൽ ടു സീറോ ഈസ് കോൾഡ് റീറ്റെൻറ്റിവിറ്റി. അതിന് മറ്റൊരു പേര് പറയും റെമനൻസ് എന്നും അതുപോലെ റെസിഡ്യുവൽ മാഗ്നറ്റിസം എന്നും അറിയപ്പെടാറുണ്ട്. അപ്പോൾ റീറ്റെൻറ്റിവിറ്റിയുടെ മറ്റു രണ്ട് പേരുകളാണ് റെമനൻസ് ആൻഡ് റെസിഡ്യുവൽ മാഗ്നറ്റിസം. അപ്പം ബിയുടെ വാല്യൂ, എച്ചിൻ്റെ വാല്യൂ സീറോ ആയിരിക്കും. എച്ച് എന്ന് പറഞ്ഞാൽ മാഗ്നറ്റൈസിങ് ഫീൽഡാണ്, മാഗ്നറ്റിക് ഫീൽഡ് എന്ന് പറയുന്നത് ബി ആണ്. അപ്പോൾ എച്ചിൻ്റെ വാല്യൂ സീറോ ആണ്. മാഗ്നറ്റൈസിങ് ഫീൽഡ് സീറോ ആകുമ്പോഴും അതിൻ്റെ ഉള്ളിലുള്ള മാഗ്നറ്റിക് ഫീൽഡിൻ്റെ അളവ്, അതാണ് അതിൻ്റെ റീറ്റെൻറ്റിവിറ്റി അല്ലെങ്കിൽ റെമനൻസ് എന്ന് അറിയപ്പെടുന്നത്. Then, what is coercivity? It is the reverse magnetizing field required to demagnetize the specimen completely. നമ്മൾ മാഗ്നറ്റൈസ് ചെയ്ത് കഴിഞ്ഞ് കഴിയുമ്പോഴും അതിൻ്റെ ഉള്ളിൽ കുറേ മാഗ്നറ്റിക് ഫീൽഡ് അവശേഷിക്കുമെന്ന് പറഞ്ഞു. എന്ന് പറഞ്ഞാൽ റീറ്റെയിൻ ചെയ്യാനുള്ള കഴിവുണ്ടെന്ന് പറഞ്ഞു. ആ മാഗ്നറ്റിക് ഫീൽഡിനെ ഇല്ലാതാക്കി മാറ്റണം, ആ മാഗ്നറ്റിക് ഫീൽഡിനെ അതിനകത്തുനിന്ന് റിമൂവ് ചെയ്യണം. അതിന് വേണ്ടിയിട്ട് അല്ലെങ്കിൽ ഡീമാഗ്നറ്റൈസ് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ കൊടുക്കുന്ന റിവേഴ്സ് മാഗ്നറ്റൈസിങ് ഫീൽഡിനാണ് നമ്മൾ കോഎർസിവിറ്റി എന്ന് പറയുന്നത്. അപ്പോൾ നമ്മൾ പോസിറ്റീവ് ഡയറക്ഷനിൽ അല്ലെങ്കിൽ നമ്മൾ ഒരു ഡയറക്ഷനിൽ നമ്മൾ മാഗ്നറ്റൈസ് ചെയ്തു, അതിനുശേഷം അതിനെ നമ്മൾ ഡീമാഗ്നറ്റൈസ് ചെയ്യാനായിട്ട് റിവേഴ്സ് മാഗ്നറ്റൈസിങ് ഫീൽഡ് അപ്ലൈ ചെയ്യണം. അങ്ങനെ കൊടുക്കുന്ന റിവേഴ്സ് മാഗ്നറ്റൈസിങ് ഫീൽഡിന് നമ്മൾ പറയുന്ന പേരാണ് കോഎർസിവിറ്റി എന്ന് പറയുന്നത്. The value of magnetizing field H at magnetic field B is equal to 0 is called coercivity. The value of magnetizing field H-ന്റെ വാല്യൂ എത്രയാണോ, മാഗ്നറ്റിക് ഫീൽഡിൻ്റെ വാല്യൂ സീറോ ആകുന്ന സമയത്ത് ആ സീറോ ആക്കാൻ വേണ്ടി നമ്മൾ അപ്ലൈ ചെയ്യുന്ന മാഗ്നറ്റൈസിങ് ഫീൽഡിനാണ് നമ്മൾ കോഎർസിവിറ്റി എന്ന് പറയുന്നത്. Magnetic intensity applied in the opposite direction so as to cancel the residual magnetism is called coercivity. നമുക്ക് പറയാം. അപ്പോൾ റെസിഡ്യുവൽ മാഗ്നറ്റിസം നമ്മൾ പറഞ്ഞു, അതിന് മാഗ്നറ്റിക് ഫീൽഡിനെ റീറ്റെയിൻ ചെയ്യാനുള്ള കഴിവ് അല്ലെങ്കിൽ നിലനിർത്താനുള്ള കഴിവ്, അതിനെ ഇല്ലാതാക്കി മാറ്റാൻ വേണ്ടിയിട്ട് നമ്മൾ ഓപ്പോസിറ്റ് ഡയറക്ഷനിൽ കൊടുക്കുന്ന മാഗ്നറ്റിക് ഇൻറ്റൻസിറ്റിക്കാണ് നമ്മൾ ഈ പറയുന്ന കോഎർസിവിറ്റി. What are permanent magnets? Describe its properties. Give examples. പെർമനന്റ് മാഗ്നറ്റ് എന്താണ്, അതിൻ്റെ പ്രോപ്പർട്ടീസ് എന്താണ്, എക്സാമ്പിൾ. Substance at room temperature retain their ferromagnetic property for a long period of time is called permanent magnet. സാധാരണ ടെമ്പറേച്ചറിൽ പോലും ആ ഫെറോമാഗ്നറ്റിക് പ്രോപ്പർട്ടി ദീർഘകാലത്തേക്ക് നിലനിർത്താൻ കഴിവുള്ള വസ്തുക്കൾക്ക് നമ്മൾ പറയുന്ന പേരാണ് പെർമനന്റ് മാഗ്നറ്റ്. ഒരിക്കൽ മാഗ്നറ്റൈസ് ചെയ്ത് കഴിഞ്ഞാൽ ഇതിൻ്റെ ആ പ്രോപ്പർട്ടി പിന്നെ നഷ്ടപ്പെടുത്താതെ ദീർഘകാലം സൂക്ഷിച്ചു വെക്കാനായിട്ടുള്ള കഴിവ്, അങ്ങനെയുള്ള ആ മാഗ്നറ്റുകളെ നമ്മൾ പറയുന്ന പേരാണ് പെർമനന്റ് മാഗ്നറ്റ് എന്ന് പറയുന്നത്. ഒരിക്കൽ മാഗ്നറ്റ് ആക്കി കഴിഞ്ഞാൽ അതിൻ്റെ ആ പ്രോപ്പർട്ടി നഷ്ടപ്പെടുത്താതെ സൂക്ഷിക്കാനുള്ള കഴിവ്, അങ്ങനെയുള്ള മാഗ്നറ്റ്സിന് നമ്മൾ പറയുന്ന പേരാണ് പെർമനന്റ് മാഗ്നറ്റ്സ് എന്ന് പറയുന്നത്. ഇനി പെർമനന്റ് മാഗ്നറ്റ്സിൻ്റെ പ്രോപ്പർട്ടീസ് എന്തൊക്കെയാണെന്ന് നമുക്ക് നോക്കാം. ഹൈ റീറ്റെൻറ്റിവിറ്റി. റീറ്റെൻറ്റിവിറ്റി എന്ന് പറഞ്ഞാൽ നമ്മൾ പറഞ്ഞു ഇലക്ട്രിക് ഫീൽഡ് മാഗ്നറ്റിക് ഫീൽഡിനെ നിലനിർത്താനുള്ള കഴിവാണ്, അത് കൂടുതലാണ്, ഹൈ റീറ്റെൻറ്റിവിറ്റി ഉണ്ട്. അതുപോലെ ഹൈ കോഎർസിവിറ്റി ഉണ്ട്. അതുപോലെ ലാർജ് ഏരിയ ഓഫ് ഹിസ്റ്റീരിയസിസ് ലൂപ്പ്, ഹിസ്റ്റീരിയസിസ് കർവ് നമ്മൾ പഠിച്ചതാണ്, അതിൻ്റെ ഏരിയ വളരെ കൂടുതലായിരിക്കും, വന്നു കഴിഞ്ഞാൽ വളരെ വിട്ട് കൂടിയ ഒരു ഹിസ്റ്റീരിയസിസ് ലൂപ്പായിരിക്കും അതിൽ ലഭിക്കുന്നത്. ദെൻ ഹൈ പെർമിയബിലിറ്റി, മാഗ്നറ്റിക് ഫീൽഡിനെ കടത്തിവിടാനുള്ള കഴിവ് ഹൈ ആണ്, അതാണ് ഹൈ പെർമിയബിലിറ്റി എന്ന് പറയുന്നത്. ഇനി അതിൻ്റെ എക്സാമ്പിളാണ് പറയുന്നത്, പെർമനന്റ് മാഗ്നറ്റുകളുടെ നിർമ്മിക്കുന്ന വസ്തുക്കളുടെ എക്സാമ്പിളാണ് സ്റ്റീൽ, ആൽനിക്കോ, കൊബാൾ സ്റ്റീൽ എക്സെട്ര. ഇവയെല്ലാം പെർമനന്റ് മാഗ്നറ്റുകൾ നിർമ്മിക്കാൻ ഉപയോഗിക്കുന്ന മെറ്റീരിയൽസ് ആണ്. സ്റ്റീൽ, ആൽനിക്കോ, കൊബാൾ സ്റ്റീൽ എക്സെട്ര. വാട്ട് ഈസ് ആൻ ഇലക്ട്രോമാഗ്നറ്റ്? വാട്ട് ആർ ദ പ്രോപ്പർട്ടീസ് ഓഫ് ഇറ്റ്? ഗിവ് ആൻ എക്സാമ്പിൾ. ഇലക്ട്രോമാഗ്നറ്റ് എന്താണ്, അവയുടെ പ്രോപ്പർട്ടീസ് എന്താണ്, എക്സാമ്പിൾ. ഇലക്ട്രോമാഗ്നറ്റ് എന്ന് പറഞ്ഞാൽ നമ്മൾ ഇലക്ട്രിസിറ്റി പാസ് ചെയ്യുന്ന സമയത്ത് മാത്രം മാഗ്നറ്റായിട്ട് വർക്ക് ചെയ്യുകയും അല്ലാത്ത സമയത്ത് അതിൻ്റെ മാഗ്നറ്റിക് പ്രോപ്പർട്ടി പൂർണ്ണമായിട്ട് ഇല്ലാതാവും. അങ്ങനെയുള്ള മാഗ്നറ്റുകളെയാണ് നമ്മൾ ഇലക്ട്രോമാഗ്നറ്റ് എന്ന് പറയുന്നത്. ഇലക്ട്രോമാഗ്നറ്റ് ഇസ് എ മാഗ്നറ്റ് ദാറ്റ് റൺസ് ഓൺ ഇലക്ട്രിസിറ്റി. കറണ്ട് പാസ് ചെയ്യുന്ന സമയത്ത് മാത്രം മാഗ്നറ്റിക് പ്രോപ്പർട്ടി കാണിക്കുന്ന വസ്തുക്കളാണ് ഇലക്ട്രോമാഗ്നറ്റ്. Unlike a permanent magnet, the strength of electromagnet can easily be changed
by changing the amount of electric current that flows through it. ഇലക്ട്രോമാഗ്നറ്റിക്കിൻ്റെ ഒരു ഗുണം എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമുക്ക് അതിൻ്റെ സ്ട്രെങ്ത് എന്തുമാത്രം വേണമെങ്കിൽ ഇൻക്രീസ് ചെയ്യാൻ സാധിക്കും. എന്ന് പറഞ്ഞാൽ കൊടുക്കുന്ന കറണ്ടിൻ്റെ എമൗണ്ട് കൂടുന്നതനുസരിച്ച് അതിൻ്റെ മാഗ്നറ്റിക് ഫീൽഡിൻ്റെ സ്ട്രെങ്ത് നമുക്ക് കൂട്ടാൻ സാധിക്കും. അപ്പം നമുക്ക് എത്ര സ്ട്രെങ്തിലുള്ള മാഗ്നറ്റ് വേണമെങ്കിലും നിർമ്മിക്കാൻ പറ്റും. ഇലക്ട്രോ മാഗ്നറ്റ് ആയിട്ട് നമുക്ക് അതിനെ നിർമ്മിക്കാൻ സാധിക്കും. The poles of an electromagnet can even be reversed by reversing the flow of current. മറ്റൊരു പ്രത്യേകത എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കൊടുക്കുന്ന കറണ്ട് ഇലക്ട്രിസിറ്റിയുടെ ഡയറക്ഷൻ ചേഞ്ച് ചെയ്ത് കഴിഞ്ഞാൽ ഇലക്ട്രോമാഗ്നറ്റിന്റെ പോൾസ് ഇപ്പോൾ നോർത്ത് പോൾ ആയിരുന്ന സ്ഥലത്ത് ഓപ്പോസിറ്റ് ഡയറക്ഷൻ കറണ്ട് കൊടുത്തു കഴിഞ്ഞാൽ സൗത്ത് പോൾ ആയിട്ട് മാറും. അപ്പം ഇലക്ട്രോമാഗ്നറ്റിന്റെ രണ്ട് ഗുണങ്ങളാണുള്ളത്. ഒന്ന്, നമുക്ക് കറണ്ടിന്റെ ഇന്റൻസിറ്റി കൂട്ടുന്നതനുസരിച്ച് നമ്മുടെ ഇലക്ട്രോമാഗ്നറ്റിന്റെ സ്ട്രെങ്ത് കൂട്ടാൻ പറ്റും. ഇലക്ട്രോമാഗ്നറ്റിന്റെ സ്ട്രെങ്ത് ഇൻക്രീസ് ചെയ്യാൻ പറ്റും. അതുപോലെ തന്നെ കറണ്ടിന്റെ ഡയറക്ഷൻ ചേഞ്ച് ചെയ്ത് കഴിഞ്ഞാൽ അവയുടെ പോൾസിനെ ഇന്റർചേഞ്ച് ചെയ്യാനും സാധിക്കും. അപ്പം ഇങ്ങനെ രണ്ട് ഗുണങ്ങളാണ് ഇലക്ട്രോമാഗ്നറ്റിനുള്ളത്. ഇനി എന്താണ് ഇതിന്റെ പ്രോപ്പർട്ടീസ് എന്ന് നമുക്ക് നോക്കാം. ലോ റീറ്റൻറ്റിവിറ്റി ആണ്. എന്ന് പറഞ്ഞാൽ ഇലക്ട്രിസിറ്റി ഇല്ലാതാകുന്ന സമയത്ത് മാഗ്നറ്റിക് ഫീൽഡ് പൂർണ്ണമായിട്ടും ഇല്ലാതാകും. എന്ന് പറഞ്ഞാൽ സ്റ്റോർ ചെയ്യാൻ കഴിവില്ല, അല്ലെങ്കിൽ അതിനെ റീറ്റെയിൻ ചെയ്യാനുള്ള കഴിവ് ഇല്ല. ലോ കോറസിവിറ്റിയും ലോ ആയിരിക്കും. അതുപോലെ തന്നെ സ്മോൾ ഏരിയ ഓഫ് ഹിസ്റ്റീരിയസിസ് ലൂപ്പിന്റെ വിഡ്ത്ത് വളരെ കുറവാണ്, ഏരിയ കുറവാണ്. ദെൻ ഹൈ പെർമിയബിലിറ്റി ആണ്, പെർമിയബിലിറ്റി വളരെ കൂടുതലാണ്. ഇത്രയും കാര്യങ്ങളാണ് ഇലക്ട്രോമാഗ്നറ്റിന്റെ പ്രോപ്പർട്ടീസ് ആയിട്ട് വരുന്നത്. ഇനി എക്സാമ്പിൾ, സോഫ്റ്റ് അയൺ ആണ് സാധാരണയായിട്ട് നമ്മൾ ഇലക്ട്രോമാഗ്നറ്റ് ആയിട്ട് യൂസ് ചെയ്യുന്നത്. സോഫ്റ്റ് അയൺ ആണ് ഇലക്ട്രോമാഗ്നറ്റ് ആയിട്ട് യൂസ് ചെയ്യുന്നത്. What are the uses of electromagnets? ഇനി ഇലക്ട്രോമാഗ്നറ്റിന്റെ യൂസസ് എന്തൊക്കെയാണെന്നാണ് പറഞ്ഞിരിക്കുന്നത്. പ്രധാനമായിട്ടും ഇലക്ട്രോമാഗ്നറ്റ് ഉപയോഗിക്കുന്നത് ഇലക്ട്രിക് ബെല്ലുകളിൽ ഉപയോഗിക്കുന്നുണ്ട്. ഇലക്ട്രിക് ബെല്ലുകളിൽ, ബസേഴ്സിൽ, ലൗഡ് സ്പീക്കർ, ടെലഫോൺ ഡയഫ്രം, മോട്ടോർ, ജനറേറ്റർ, ട്രാൻസ്ഫോമർ, റിലേ സ്വിച്ചസ് ഇവയിലെല്ലാം നമ്മൾ ഇലക്ട്രോമാഗ്നറ്റ്സ് ഉപയോഗിക്കുന്നുണ്ട്. അതുപോലെ ഇലക്ട്രോമാഗ്നറ്റ്സ് ആർ യൂസ്ഡ് ഇൻ ക്രെയിൻസ് ടു ലിഫ്റ്റ് മെഷീനറി ആൻഡ് ബൾക്ക് ക്വാണ്ടിറ്റീസ് ഓഫ് അയൺ ആൻഡ് സ്റ്റീൽ. വലിയ ഇരുമ്പിൻ്റെതായ മറ്റ് വസ്തുക്കൾ എന്ന് പറഞ്ഞാൽ വലിയ ഉപകരണങ്ങളും അതുപോലെ സ്റ്റീലിൻ്റെ അയണിൻ്റെ വലിയ ഉപകരണങ്ങൾ, മെഷീനറീസൊക്കെ ഒരു സ്ഥലത്തു നിന്ന് മറ്റൊരു സ്ഥലത്തേക്ക് മാറ്റി വയ്ക്കാനായിട്ട് ഇലക്ട്രോമാഗ്നറ്റുകൾ ക്രെയിനുകളിൽ ഉപയോഗിക്കുന്നുണ്ട്. അപ്പോൾ ഇങ്ങനെ ഇലക്ട്രോമാഗ്നറ്റ്സിൻ്റെ ഉപയോഗങ്ങൾ ഇവയൊക്കെയാണ്. Draw the magnetic lines of force of a bar magnet. ഒരു ബാർ മാഗ്നറ്റിന്റെ മാഗ്നറ്റിക് ലൈൻസ് ഓഫ് ഫോഴ്സ് വരയ്ക്കാനാണ് പറഞ്ഞിരിക്കുന്നത്. നമ്മളിത് ഓൾറെഡി പഠിച്ചതാണ്. ഇവിടെ ബാർ മാഗ്നറ്റ് തന്നിരിക്കുന്നത്, അതിൻ്റെ സൗത്ത് പോളും നോർത്ത് പോളും കാണിച്ചിരിക്കുന്നു. നോക്കുക, അതുപോലെ ഫിഗറിനകത്ത് പറഞ്ഞിരിക്കുന്നതനുസരിച്ച് എന്താണ് ഡയറക്ഷൻ ഓഫ് മാഗ്നറ്റിക് ഫീൽഡ് ഔട്ട്സൈഡ് ദ മാഗ്നറ്റ് ഈസ് ഫ്രം നോർത്ത് പോൾ ടു സൗത്ത് പോൾ. ഔട്ട്സൈഡ് ദ മാഗ്നറ്റിന്റെ പുറത്ത് ഇതിന്റെ ഡയറക്ഷൻ എന്ന് പറയുന്നത് നോർത്ത് പോളിൽ നിന്ന് സൗത്ത് പോളിലേക്കാണ്. ഔട്ട്സൈഡ് ദ മാഗ്നറ്റ് ദ ഡയറക്ഷൻ ഈസ് ഫ്രം നോർത്ത് പോൾ ടു സൗത്ത് പോൾ. ഇൻസൈഡ് ദ മാഗ്നറ്റ് ദ ലൈൻസ് ഓഫ് ഫോഴ്സ് ഈസ് ഫ്രം സൗത്ത് പോൾ ടു നോർത്ത് പോൾ. ഇൻസൈഡ് ദ മാഗ്നറ്റ് ഇത് സൗത്ത് പോളിൽ നിന്ന് നോർത്ത് പോളാണ്. ഔട്ട്സൈഡ് ദ മാഗ്നറ്റ് നോർത്തിൽ നിന്ന് സൗത്തിലാണ്. അപ്പോൾ ഇതാണ് മാഗ്നറ്റിക് ലൈൻസ് ഓഫ് ഫോഴ്സിന്റെ ഫിഗർ. At a place, angle of dip is 90 degree. ഒരു സ്ഥലത്ത് ആംഗിൾ ഓഫ് ഡിപ്പ് എന്ന് പറയുന്നത് 90 ഡിഗ്രി ആണ്. ഐഡന്റിഫൈ ദ പ്ലേസ്. ആ പ്ലേസ് ഏതാണെന്ന് നമ്മളോട് കണ്ടുപിടിക്കാനാണ് പറഞ്ഞിരിക്കുന്നത്. അതായത് ഇക്വേറ്റർ ആണോ പോളിലാണോ എന്നാണ് നമ്മളോട് കണ്ടുപിടിക്കാനായിട്ട് പറഞ്ഞിരിക്കുന്നത്. വാട്ട് ഈസ് എ ഹൊറിസോണ്ടൽ കമ്പോണന്റ് ആൻഡ് വെർട്ടിക്കൽ കമ്പോണന്റ് ഓഫ് മാഗ്നറ്റിക് ഫീൽഡ് അറ്റ് ദിസ് പ്ലേസ്. ഈ പ്ലേസിൽ ഹൊറിസോണ്ടൽ കമ്പോണന്റും വെർട്ടിക്കൽ കമ്പോണന്റും എത്രയായിരിക്കും? അപ്പോൾ ഏത് പ്ലേസ് ആണ് ആദ്യം ഐഡന്റിഫൈ ചെയ്യണം, എന്നാലേ അവിടെയുള്ള ഹൊറിസോണ്ടൽ കമ്പോണന്റും വെർട്ടിക്കൽ കമ്പോണന്റും നമുക്ക് കണ്ടുപിടിക്കാൻ പറ്റുള്ളൂ. നമ്മൾ പഠിച്ചിട്ടുണ്ട്, we know that angle of dip is 90 degree at magnetic poles. Magnetic poles-ലാണ് 90 degree dip 90 degree ആകുന്നത്. So the place is magnetic pole ആണ്. ഇനി at poles horizontal component of earth is 0. പോൾസിൽ horizontal component 0 ആണ്. And vertical component of earth is maximum. BV is maximum. BHന്റെ വാല്യൂ 0 ആണ്, BVയുടെ വാല്യൂ മാക്സിമം ആണ്. അപ്പോൾ ഈ ക്വസ്റ്റ്യൻസ് നന്നായിട്ട് പഠിക്കുക. കഴിഞ്ഞിട്ടില്ല, കുറച്ച് ക്വസ്റ്റ്യൻസ് കൂടി നമുക്ക് ഡിസ്കസ് ചെയ്യാനുണ്ട്. വീഡിയോയുടെ ലെങ്ത് കുറയ്ക്കാൻ വേണ്ടി അത് അടുത്ത ക്ലാസ്സിലാണ് ഉൾക്കൊണ്ടിരിക്കുന്നത്. അപ്പോൾ നമുക്ക് അടുത്ത ക്ലാസ്സിൽ നമുക്ക് വീണ്ടും കാണാം. താങ്ക് യു.